കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM തൃത്താല ഏരിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. വ്യാഴാഴ്ച രാവിലെ കുമ്പിടിയിൽ നിന്ന് തുടങ്ങി ആനക്കര, കുമരനെല്ലൂർ, കാഞ്ഞിരത്താണി, പടിഞ്ഞാറങ്ങാടി, ആലൂർ സ്വീകരണങ്ങൾക്കു ശേഷം കാക്കാട്ടിരിയിൽ സമാപിച്ചു. സമാപന യോഗം പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗം പ്രൊഫസർ റിയാസ് പഴഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TK വിജയൻ അധ്യക്ഷനായി. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ TP മുഹമ്മദ്, വൈസ് ക്യാപ്റ്റൻ PR കുഞ്ഞുണ്ണി, മാനേജർ KP ശ്രീനിവാസൻ, MK പ്രദീപ്, TP ഷെഫീഖ്, VK മനോജ് കുമാർ, VP റജീന, KA പ്രയാൺ, AK ഷാനിബ് എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VK ചന്ദ്രൻ, PN മോഹനൻ എന്നിവർ ജാഥയിൽ പങ്കെടുത്തു. പറഞ്ഞവരാണ് UDF-കാർ, കോൺഗ്രസുകാർ. അവരാണിപ്പോ പെൻഷൻ മുടങ്ങിയപ്പോ അതിനെതിരെ സമരം നടത്തുന്നത്. മറ്റൊന്നും 18 മാസക്കാലം 600 രൂപ പെൻഷൻ കൊടുക്കാൻ മുടക്കം വരുത്തിയവരാണ് UDF-ന്റെ ഭരണകക്ഷിക്കാർ. അവരാണ് ഇടക്ക് വരത്ത് വെച്ച് സമരം നടത്തിയത്. പെൻഷൻ മുടങ്ങിയതിനെ നമ്മൾ അംഗീകരിക്കില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ റൂൾ 300 അനുസരിച്ച് പ്രഖ്യാപനം നടത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും ഈ സാമ്പത്തിക വർഷത്തിൽ 3 ഗഡുക്കളും മുടങ്ങിപ്പോയത് കൊടുത്തു തീർക്കുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 ഗഡു കൂടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി 1 ഗഡു മാത്രമേ ബാക്കിയുള്ളൂ. മുടക്കം കൂടാതെ കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്ക് ലോകത്തിന്റെ മറ്റേത് കോണിലും കാണാത്ത വിധം സർക്കാർ ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതത്തെ സഹായിക്കുകയാണ്. അത് ഒരു മുടക്കവും കൂടാതെ ഈ കേരളത്തിൽ നടപ്പാവും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഐക്യജനാധിപത്യ മുന്നണി, കോൺഗ്രസ്, BJP ഏതെങ്കിലും നല്ല കാര്യത്തിന് സഹായം ചെയ്തിട്ടില്ല. എല്ലാറ്റിനെയും മുടക്കും. ഇപ്പോ വ്യാവസായിക കാര്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ വാണിജ്യ വ്യവസായ വകുപ്പ് ഒരു കണക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചാണത്. കേരള സംസ്ഥാനം വ്യവസായ സൗഹൃദ സംസ്ഥാനത്തിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 1ാമതായി എത്തിയിട്ടുണ്ട് എന്ന്. 8 കൊല്ലം മുമ്പ് 28ാമത്തെ സ്ഥാനത്തായി. 2 കൊല്ലം മുമ്പ് 15ാമത്തെ സ്ഥാനത്തായി. ഈ കൊല്ലം കേരളം 1ാമത്തെ സ്ഥാനത്തായി. നമ്മൾ പറഞ്ഞതാണോ? അല്ല, കേന്ദ്ര ഗവൺമെന്റ് കണക്ക് പരിശോധന നടത്തി പറഞ്ഞു കേരളം 1ാമതാണ്. യൂസഫ് അലി, ലോകം കണ്ട ഏറ്റവും വലിയ വ്യവസായിയാണ് യൂസഫ് അലി, കേരളം മലയാളിയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനത്തിൽ 1ാമതായി വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞു. കല്യാൺ ജ്വല്ലറിയുടെ ഉടമ കല്യാണരാമൻ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ കേരളത്തിലെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികളുമായി ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ. കേന്ദ്ര ബജറ്റിലെ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വരുന്ന 25-ാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കേന്ദ്ര സർക്കാർ ഓഫീസ് മാർച്ചിലേക്ക് CPIM-ന്റെ സമര വളണ്ടിയർമാർ ഇവരെ സമരത്തിന് മുന്നോടിയായിട്ടുള്ള കാൽനട പ്രചരണ ജാഥയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വഴിപ്പാടുകളെ തിരിച്ചുകൊണ്ട് ഈ ചരിത്രത്തിലേക്ക് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കിടന്നു കിടന്നത് അനുഗ്രഹിക്കുന്ന അഭിലാഷങ്ങളെ പ്രിയപ്പെട്ടവരെ, കേന്ദ്ര ബജറ്റിലെ CPIM 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.